90% ആളുകളും അവരുടെ ലൈഫ് ജീവിക്കുന്നത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതായത് അവർ രാവിലെ എണീക്കുന്നു, അവർ സ്ക്രോൾ ചെയ്യുന്നു, അവരല്ലേ ജോബിന് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ഇതിങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പലരും ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് എങ്ങനെ ആ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് ബ്രേക്ക് ചെയ്തിട്ട് അത് അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹാബിറ്റ് അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഹാബിറ്റ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോ പൈലറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേക്കപ്പ് ഏർലി, അതായത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ലെജൻസ് ആയിട്ടുള്ള ആളുകളും വലിയ വലിയ ആളുകൾ നിങ്ങൾ മെൻറ്റർ ചെയ്യുന്ന പല ആളുകളും രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുക, അതായത് ഒരു 5 മണിക്ക് എണീക്കുക അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സമയം ആളുകൾ ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന്റെ പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിലും ഉപരി നിങ്ങൾക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് വരാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് അന്നേ ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ 6 മണിക്ക് ഇപ്പൊ 5 മണിക്ക് എല്ലാവർക്കും എണീക്കാൻ പറ്റണമെന്നില്ല. ഇനിയിപ്പോൾ 5 മണിക്ക് എണീറ്റില്ല എന്നുണ്ടെങ്കിലും 6 മണിക്കായാലും 7 മണിക്കാണെങ്കിലും ഈവൻ 8 മണിക്കാണെന്നുണ്ടെങ്കിലും എണീറ്റ പാടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കഴിയുന്നതും നേരത്തെ എണീറ്റിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു മൂമെന്റിൽ, അതായത് ഒരു ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സമയമായിരിക്കും ആ ഒരു ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് യുവർ ബോഡി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ രാവിലെ എണീറ്റിട്ടുള്ള ആദ്യത്തെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ജിമ്മിൽ പോകാന്നുള്ളത് മാത്രമല്ല എക്സസൈസ്, അല്ലാതെ തന്നെ നിങ്ങൾക്കൊന്ന് ഒരു വാക്കിന് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യണം, അതല്ല നിങ്ങൾക്ക് കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ വീടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി നിങ്ങൾ നല്ല രീതിയിൽ മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിലൂടെ കൂടിയിട്ട് നിങ്ങളുടെ മൈൻഡിന് നല്ല ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള എനർജി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡി നന്നായിട്ട് നിങ്ങൾ മൂവ് ചെയ്തിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു എനർജി നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യവും മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീഡ് യുവർ മൈൻഡ്. അതായത് നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ നല്ല കാര്യങ്ങൾ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ ബുക്ക് വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല ബുക്ക് വായിക്കുക, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടന്റ് നിങ്ങൾ കണ്ടിട്ട് അത് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല നല്ല കണ്ടന്റിലുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ അല്ല അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലുള്ള നല്ല നല്ല ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊരു നോട്ടായിട്ട് എഴുതിയെടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് വായിക്കുന്നതിലായിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് മാക്സിമം ഇൻപുട്ട്, അതായത് അതിൽ നിന്നുള്ള മാക്സിമം നോളജ് അവർ എടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അത് രണ്ടാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോ തന്നെ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെസ്റ്റ് ആണോ അല്ലെങ്കിൽ അത് വേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഫീഡ് ചെയ്യിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഫീഡ് ചെയ്തത് അതിൽ നിന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ
പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡാറ്റ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള നെസസറി ആക്ഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടു ഡു ലിസ്റ്റ് കൊണ്ട്, അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു പ്ലാനിന്റെ പുറത്ത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു ഗട്ട് ഫീലിംഗും കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ കാര്യവും പ്ലാൻ ചെയ്തിട്ട്, ഇപ്പോൾ ചില ആളുകൾ പറയും എല്ലാ കാര്യവും പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് സംഭവം ശരിയാണ്. കാരണം ഇന്നത്തെ ഒരു വേൾഡിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അന്ന് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ നെസസറി ആയിട്ട് നിങ്ങളൊരു ബുക്കിൽ നിങ്ങളൊരു നോട്ട് പാഡിൽ എഴുതി വെക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ആ ഒരു മൂന്ന് പ്ലാനുകൾ നിങ്ങൾ അന്നേ ദിവസം അക്കംപ്ലിഷ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു 3 പ്ലാൻ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റിൽ നിങ്ങൾ പോയി ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഡെയിലി ലൈഫിൽ 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് അന്നേ ദിവസം ചെയ്യേണ്ട 3 കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് അത് നിങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടേക്ക് ആക്ഷൻ. അതായത് മിക്ക ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ യൂട്യൂബിൽ വീഡിയോ കാണും, അവർ അതിൽ നിന്നൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ ആക്ഷനിലേക്ക് വരുമ്പോൾ അവരത് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ എന്ത് കാര്യം നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് നിങ്ങളൊരു ആക്ഷൻ കൊടുത്തു നോക്കുക. ഒരാഴ്ച കൊടുത്തു നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസമോ 15 ദിവസമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ. ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ഒരു 10 ദിവസമോ 15 ദിവസമോ ട്രൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ ബിൽഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ്, ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം, നല്ല രീതിയിലുള്ള ഒരു ഗെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പേഴ്സണലി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നല്ല ആക്ഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകുക. ഒരുപാട് ചിന്തിച്ചിട്ട് കോംപ്ലിക്കേറ്റ് ആക്കാതെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ആക്കിയിട്ട് ചെയ്യാതെ, നിങ്ങൾ പെട്ടെന്നുള്ള ഒരു കാര്യം അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പുറത്തുള്ള ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടാലന്റ് മാത്രമല്ല. സക്സസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്. ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ആ ഹാബിറ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ നല്ല രീതിയിലുള്ള നല്ല ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ഒരുപാട് പ്ലഷറും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷവും കാര്യങ്ങളും അതിൻ്റെതായുള്ള ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഉന്നം വെച്ചിട്ട് ലോങ് ടൈം എയിം ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യുക. ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ഹാബിറ്റെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.